എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മാള. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐ3എസിൻ്റെ എൻ്റെ സി ഡി യൂണിറ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ പിടിക്കാൻ ആളില്ല, അപ്പോൾ ഞാൻ തന്നെ പിടിക്കണേ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ട് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഡെസ്നി 125 അതായത് നമ്മുടെ സി ഡി യൂണിറ്റിൻ്റെ വയറിന് 13 വയർ കിടക്കണതേ. 13 വയർ. ഒറ്റയ്ക്കുള്ള കാരണം ഇതൊക്കെ ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ പിടിക്കാൻ ഒത്തിരി പാടാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഐ3എസിനുള്ള പ്രത്യേകത വെച്ചാൽ നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ സെൽഫ് റിലേക്കുള്ള വയറൊക്കെ ഈ സി ഡി യൂണിറ്റ് വഴി വന്നിട്ടാണ് സി ഡി യൂണിറ്റ് കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൽഫ് യൂണിറ്റിന് സാധാരണ ഇടത്ത് കൊടുത്തോ രണ്ടാമത് വയർ ഇട്ട് കൊടുത്തോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രോബ്ലം ഉണ്ട് ഐ3എസിന്. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഡെസ്നി 125ൻ്റെ സി ഡി യൂണിറ്റിലേക്കൊരു നമുക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമുക്ക് കേവലം 5 വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെസ്നിയുടെ തന്നെ സി ഡി യൂണിറ്റ്, പഴയ സി ഡി യൂണിറ്റ് തന്നെ, ആ സി ഡി യൂണിറ്റ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ കണ്ട ഇത്ര വയറുകളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. 4 4 6 2 8 ക്യാൻസൽ ചെയ്തു. എന്നിട്ടാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതിന് ഞാൻ പരിചയപ്പെടുത്തരാം. ഫസ്റ്റ് ഇങ്ങനെ ക്ലിപ്പുണ്ട്, നമ്മൾ ക്ലിപ്പിൻ്റെ അവിടെ നിന്ന് നോക്കാം. ക്ലിപ്പുണ്ട്, ഈ ക്ലിപ്പിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ മതി. ക്ലിപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ വയർ ഗ്രീൻ വയർ കൊടുക്കും, അത് എർത്ത് വയർ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ പിക്കപ്പ് കോയിൽ വയർ. അതിൻ്റെ നേരെ അടി കിടക്കുന്ന വയറാണ് ഇഗ്നിഷൻ കോയിലേക്കാണ് വയർ. ഇഗ്നിഷൻ കോയിലേക്ക് 2 വയർ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പോൾ കാണിച്ചു തരാം. അടുത്ത സോക്കറ്റിൽ പറഞ്ഞ് കാണിച്ചു തരാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കുന്നത്, പച്ചയുടെ അടിയിൽ തന്നെ കിടക്കുന്നത് കറണ്ട് വയർ, പോസിറ്റീവ് ബ്ലാക്ക് വയർ. പിന്നെ വന്നത് ഞാൻ ഇഗ്നിഷൻ കോയിലേക്ക് ഒരു വയറും കൂടി പറ്റി കാണിച്ചു തരാം. ബ്ലാക്കുമ്മ യെല്ലോ ലൈൻ, അത് അങ്ങനെ ഈ 5 വയർ മതി നമുക്ക് സാധാരണ ഡെസ്നിയുടെ സി ഡി യൂണിറ്റ് വർക്ക് ചെയ്യിക്കാൻ. അപ്പോൾ ഈ 13 വയറിൻ്റെ അത്ര കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ സെൽഫ് മോട്ടറിലേക്ക് വയർ നമ്മൾ സെപ്പറേറ്റ് വലിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് വെച്ചാൽ വയറൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഈ സോക്കറ്റിൽ, ബ്ലാക്ക് സോക്കറ്റിൽ മഞ്ഞേമ റെഡിൽ ആ സ്വിച്ച് ഞെക്കുമ്പോൾ കറണ്ട് വരുമ്പോൾ നമുക്കറിയാം. ആ ലൈൻ എടുത്ത് കട്ട് ചെയ്തിട്ട് നേരിട്ട് സെൽഫ് റിലേക്ക് കൊടുക്കാം. ആ റിലേന്ന് ഒരു വയർ ഉള്ളത് എർത്ത് വയർ എടുത്ത് ബാറ്റിലോ എർത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ എർത്തോ അതിനുള്ള എർത്ത് വയറിലേക്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ബോഡിയുമ്പോൾ എർത്ത് കൊടുക്കാം. അപ്പോൾ സെൽഫ് കറക്റ്റാവും. ഇതാണ് ഇതിൻ്റെ വയറിങ് മെത്തേഡ്. സിമ്പിൾ മെത്തേഡ്, ഏത് കൊച്ചുപിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടത്. അപ്പോൾ ഞാനതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈ 5 വയർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേറെ കാര്യം എല്ലാം ഓക്കെ. ഈ വണ്ടിക്ക് ഒരു പ്രഭവം അങ്ങനെ ആയിരുന്നു. ഇത് അപ്പോൾ നമ്മുടെ എഡ്ജിൻ്റെ പോലെ സി ഡി യൂണിറ്റ് വേറെ മാറ്റണ്ടാവും. എഡ്ജിൻ്റെ ഒക്കെ ശരിയാക്കുമ്പോൾ സി ഡി യൂണിറ്റ് വേറെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ സി ഡി യൂണിറ്റ് ഇത് തന്നെ മതി. എഡ്ജിന്മ നോക്കിയിട്ടില്ല. എഡ്ജിൻ്റെ സി ഡി യൂണിറ്റ് ഒക്കെ കിട്ടുമ്പോൾ നോക്കണം. അങ്ങനെ ഇതിൻ്റെ പറ്റുമെന്ന് നോക്കണം. ഇതിൻ്റെ ഇത് തന്നെ മതി. ഇതിൻ്റെ ഈ സി ഡി യൂണിറ്റ് പോകാത്ത സി ഡി യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇത് തന്നെ മതി. ഇതുമ്പോൾ തന്നെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി വരുന്ന വണ്ടി വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ ഷാജി മാള. കേട്ടോ.